രണ്ട് നല്ല പഴുത്ത ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് കുഞ്ഞു പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള സ്നാക്കാണത്. ഞാനാണെങ്കിൽ അതിന് നിറച്ചും വെള്ളമെല്ലാം വാരിയിടും. അത്രയും നല്ലതാണല്ലോ വെള്ളമൊക്കെ ആരോഗ്യത്തിന്. അങ്ങനെ അല്ലാതൊന്നും ഇവിടെ ആരും അതൊന്നും കഴിക്കില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് അതൊക്കെ ഉൾപ്പെടുത്തും. പിന്നെ ഡീപ്പ് ഫ്രൈ ചെയ്യാറില്ല. അപ്പോൾ ഒരുപാട് എണ്ണ വേണമല്ലോ. ആ എണ്ണ നമ്മൾ പിന്നെ റീയൂസ് ചെയ്യത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വലിയ പാത്രത്തിലിട്ടിട്ട് നിരന്ന പാത്രത്തിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. അത് കുഞ്ഞായിട്ട് മുറിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ക്രിസ്പി ആയിട്ട് നമുക്ക് നല്ല കഴിക്കാൻ പറ്റുന്നത്. വെള്ളമൊന്നും ഒരു ഡിസ്റ്റേസ്റ്റും ഇല്ല കേട്ടോ. അതിൻ്റെ കൂടെ കഴിക്കുമ്പം അതൊക്കെ ഒരു പ്രശ്നമില്ല. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയായിരുന്നു. 2 പഴം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ 2 സെറ്റായിട്ടാണ് ഇടാൻ പറ്റിയത്. ആദ്യത്തെ സെറ്റിൽ വറുത്തെടുത്തു, നല്ല ക്രിസ്പി ആയിട്ടുള്ളത് തന്നെ കിട്ടി. ബാക്കിയുണ്ടെങ്കിൽ സെക്കൻഡ് സെറ്റും വറുത്തെടുത്തു. അതും അടിപൊളിയായിരുന്നു. എല്ലാം നിമിഷങ്ങൾക്കകം കാലിയായി. അരിപ്പൊടിയും അപ്പത്തിൻ്റെ പുളിമാവുമാണ് നമ്മൾ ബാറ്ററിന് യൂസ് ചെയ്യുന്നത്. നിങ്ങളൊക്കെ എന്ത് വെച്ചിട്ടാണ് പഴംപൊരി ഉണ്ടാക്കാറ്? പറയണേ. 2 നല്ല പഴുത്ത ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് കുഞ്ഞു പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള സ്നാക്കാണ്.